ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് തേങ്ങ വറക്കുന്നുണ്ട് നമ്മളെ സ്ഥലത്ത്. അപ്പോൾ അങ്ങോട്ട് പോകണം. വീടിൻ്റെ കുറച്ചപ്പുറത്താണ് സ്ഥലം. അപ്പോൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാം. ഞാനവിടെ എത്തുമ്പോഴേക്ക് പണി തുടങ്ങിയും. പിന്നെ തേങ്ങയൊക്കെ പെറുക്കിയിട്ട് അച്ഛനും ഉണ്ടായും കൂടെ. അനുഗ്രഹം വന്നു അതിലൂടെ. അപ്പോൾ അവനോട് കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിഞ്ഞ്. ഇപ്രാവശ്യം തേങ്ങ കുറവായിരുന്നു. ഇനി അതൊക്കെ കൂട്ടി വെക്കണം. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അതവിടെ നിന്ന് കുറച്ചപ്പുറമാണ്. ഇതാണ് സ്ഥലം. ഇവിടെയാണ് ഫുള്ള് കാട് പിടിച്ചെടുക്കുക. കുറേ ഇങ്ങോട്ട് വന്നിട്ട് തെങ്ങുമ്മ കയറുന്നതാണ് സുധേട്ടൻ. അപ്പം മൂപ്പര് പണി തുടങ്ങി. അവിടെ നിന്ന് സുധേട്ടനെ കൊണ്ടൊരു കരിക്ക് വറപ്പിച്ച് രാവിലെ തന്നെ ഒരു കരിക്കും കുടിച്ചു. അങ്ങനെ ഗുഡ്സ് വിളിച്ച് അങ്ങനെ ആദ്യം 10 സ്ഥലത്ത് നിന്ന് തേങ്ങയൊക്കെ പെറുക്കി വണ്ടിയിലിട്ട് ഇനി രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ തേങ്ങയൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് ഇട്ട് ഇനി നേരെ ഇത് വീട്ടിൽ കൊണ്ടുവച്ച് ഇടണം. അങ്ങനെ തേങ്ങയൊക്കെ വീട്ടിലിറക്കി വണ്ടി പറഞ്ഞയച്ച് അപ്പോഴേക്ക് മോനോട്ടം വന്നു വീട്ടിലേക്ക്. റോഡിൽ കുറച്ച് കുഴിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടയ്ക്കണം എന്നുണ്ട്. വണ്ടി കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാനും മൂന്നോട്ടരും കൂടെ പടന്നയും ബക്കറ്റൊക്കെ എടുത്ത് റോഡിൽ കുഴിയൊക്കെ അടച്ച് കാറ് ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പം പിന്നെ ഒന്ന് കാറ് കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ കാറും കഴുകി. 5 hours later. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് എന്നിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും 6:30 കഴിഞ്ഞ്. അപ്പോൾ കുക്കുടനെ വിളിച്ച് ചോദിച്ച് ചായ വാങ്ങിത്തരുമെന്ന്. അപ്പോൾ കുക്കുട്ട് ചായ വാങ്ങിത്തരാൻ പറഞ്ഞ് അങ്ങനെ വണ്ടി എടുത്ത് നേരെ കുനിയക്കട പാലത്തിൻ്റെ അടുത്തുള്ള നമ്മളെ ചായപ്പീടിയിലേക്ക് പോയി. അങ്ങനെ കുക്കുടിനെയും കൂട്ടി കടയിൽ പോയി അവിടെ നിന്ന് ഒരു ലൈറ്റ് കാലിക്കട്ടനും ഒരു ഗ്രീൻ പീസും പറഞ്ഞു. ഇന്ന് ആയിഷക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു കേക്ക് വാങ്ങി. ഇത് മുഹമ്മദ്. ചെക്കൻ അടിപൊളിയാ. നല്ല കളിയും ചിരിയും ഒക്കെയാണ്. ഇതാണ് സേനയും ആയിഷയും. സേനയുടെ ബർത്ത്ഡേ 2 ദിവസം മുമ്പായിരുന്നു. അതുകൊണ്ട് രണ്ടാളുടെയും കേക്ക് മുറി ഒരുമിച്ചായിരുന്നു. അവിടെ നിന്ന് നേരെ അത്താണിയുള്ള തട്ടുകടയിൽ പോയി. അവിടെ നിന്ന് ഒരു ഡബിൾ ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞ് അതും കഴിച്ച്. നല്ല ചൂടുണ്ടായിരുന്നു. അവിടെ നല്ല ടേസ്റ്റും കിട്ടി. അങ്ങനെ അവിടെ നിന്ന് അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.